നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഒടുവിൽ ആ നാടകത്തിനും തിരശ്ശീല വീണിരിക്കുന്നു. അൻവർ അലി ഇനി ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് സ്വന്തം. ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായി 2028-29 സീസൺ വരെ നീണ്ടു നിൽക്കുന്ന 5 വർഷ കരാറിൽ പെർമനന്റ് ഡീൽ തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. 2.5 കോടി രൂപ ട്രാൻസ്ഫർ ഫീ ഇനത്തിൽ ഡൽഹി എഫ് സിയും നേടുമ്പോൾ റെക്കോർഡ് തുകയ്ക്ക് തന്നെയാണ് അൻവർ അലിയുടെ കരാർ. ഇതോടെ ഇന്ത്യൻ ഫുട്ബോളിലെ ഹയസ്റ്റ് പെയ്ഡ് താരങ്ങളുടെ പട്ടികയിൽ അൻവർ അലിയും ഇടം പിടിച്ചിരിക്കുന്നു. 5 വർഷ ലോൺ അഗ്രിമെന്റിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനൊപ്പമായിരുന്ന അൻവർ അലി ഒറ്റ വർഷം കൊണ്ട് കരാർ അവസാനിപ്പിച്ച് ഈസ്റ്റ് ബംഗാൾ എഫ് സിയിലേക്ക് കൂടേറാൻ ശ്രമം നടത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമാവുകയും നിയമയുദ്ധത്തിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്തതെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റിയിൽ നിന്നും ഇതിനിടെ അൻവർ അലിക്ക് NOC ലഭിച്ചതോടെയാണ് അൻവർ അലി ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായി കരാറിലെത്തിക്കഴിഞ്ഞിരിക്കുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായുള്ള കോൺട്രാക്ട് ടെർമിനേഷൻ നീതിയുക്തമല്ലെന്ന് ഡിക്ലെയർ ചെയ്തായിരുന്നു പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റി NOC നൽകിയതെങ്കിൽ അന്തിമ വിധിക്കായി 22-ന് വീണ്ടും വാദം കേൾക്കും എന്നിരിക്കെ ട്രാൻസ്ഫർ നടപടികൾക്ക് തടസ്സമാവില്ല എങ്കിലും വലിയ തുക പിഴ ചുമത്തിയേക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനാൽ തന്നെ ഡൽഹി എഫ് സിയുമായുള്ള കരാറിൽ സാധാരണയിൽ നിന്നും വിഭിന്നമായി വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് പിഴ ചുമത്താൻ ഇടയായാൽ അൻവർ അലിയും ഈസ്റ്റ് ബംഗാൾ എഫ് സിയും ചേർന്ന് 50-50 എന്ന നിരക്കിൽ ഒടുക്കണമെന്നത്. സെല്ലിംഗ് ക്ലബ്ബ് അതായത് ഡൽഹി എഫ് സി ഈ പിഴയൊടുക്കുന്ന കാര്യത്തിൽ ഉണ്ടാവില്ല എന്നും ആവശ്യമായ എല്ലാ സഹായങ്ങളും പിഴ ചുമത്തിയാലുള്ള അപ്പീൽ തുടങ്ങി എല്ലാവിധ സഹായങ്ങളും ഡൽഹി എഫ് സിയുടെ ഭാഗത്തു നിന്നും ഓഫർ ചെയ്യുന്നുമുണ്ട് കരാറിലെ വരികളിൽ.